അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ മകൻ, അദ്ദേഹം നോളജ് സിറ്റിയിൽ യുനാനി ചികിത്സ അതിനെപ്പറ്റി അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുമ്പോൾ എല്ലാ അസുഖങ്ങൾക്കും അവിടെ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് സുഖമായി പോകുന്നുണ്ട് വരുന്ന രോഗികൾ എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ബഹുമാനപ്പെട്ടവർ മരിച്ച വ്യക്തി പോലും സുഖമായി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കൂട്ടി പറഞ്ഞത് മരിച്ച പോലെയുള്ള റൂഹ് മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, വളരെ തളർന്ന വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നിങ്ങൾ ആദ്യം കേൾക്കുക ഇൻഷാ അല്ലാഹ്. ഹലോ ഹലോ ഹലോ, ഇത് മർക്കസ് നോളജ് സിറ്റിയിലെ യുനാനിയാണ്. യുനാനി അല്ലേ? ഇവിടെ ഒരാള് മരിച്ചെടുക്കുന്നുണ്ട്. മരിച്ച ആളെ പിന്നെ യുനാനി ട്രീറ്റ്മെന്റിൽ ജീവിപ്പിക്കാൻ പറ്റുമോ? ഹലോ, മരിച്ച ഒരാള് യുനാനി ട്രീറ്റ്മെന്റ് എടുത്ത് ജീവിപ്പിക്കാൻ പറ്റുമോ? കഴിയും. എന്താ അസുഖം? എന്താ? ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നാലോ? എങ്ങനെ? ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നാലോ? രാമനാട്ടുകാരനാ വിളിക്കണേ. ഓക്കെ. ബോഡി കൊണ്ടിട്ടേ? ബോഡി കൊണ്ടുവന്നാൽ എങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് എന്താ അസുഖം? എന്താ എന്തെങ്കിലും അസുഖമായിട്ട് കിടത്ത അങ്ങനെ എന്തെങ്കിലും ആണോ? ആള് മരിച്ചണ്. പിന്നെ ഇങ്ങനെ ജീവിപ്പിക്കാൻ കഴിയാ? അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞല്ലോ, എപ്പിസ്ഥാന്റെ മോൻ പറഞ്ഞല്ലോ അങ്ങനെ. യുനാനി അറിയില്ല കേട്ടോ, പറഞ്ഞ ആളോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങള് പിന്നെ മർക്കസിന്റെ ആളായിട്ടാണല്ലോ പറയണ മൂപ്പര്. മർക്കസ് ഇത് നോളജ് സിറ്റിയിലേക്കാണ് വിളിച്ചിരിക്കണേ. അതെ, എനിക്ക് വേണ്ടപ്പെട്ട ആളേനി മരിച്ചത്. കൊണ്ടുവന്നോട്ടെ മേഡം? ഹലോ, എങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ എന്താ പറയാ? എനിക്കറിയില്ല. അല്ല, അങ്ങനെ ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്ന കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആ വോയിസ് എന്റെ അടുത്തുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ആ വോയിസ് ഒന്ന് അയച്ചു തരുമോ? ഓക്കെ ഓക്കെ, അയച്ചു. ഓക്കെ, ശരി. ഇതിൽ വാട്സാപ്പ് ഉണ്ടോ? വാട്സാപ്പ് ഉണ്ട്. ഓക്കെ. ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജുണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ ഇങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ബഹുമാനമുള്ളവരെ, ഇവിടെ ചോദ്യകർത്താവ് വളരെ അർജന്റോടുകൂടെ തിരക്കോടുകൂടെ ചോദിക്കുന്നതാണ്. അവിടെ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടില്ല. മരിച്ച വ്യക്തി പോലും സുഖമായി വരുന്നു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് അദ്ദേഹം റൂഹ് മാത്രം ബാക്കിയുണ്ടായിരുന്ന വളരെ തളർന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തിയോ അവിടുത്തെ ലേഡി ഡോക്ടറോട് പെട്ടെന്ന് ചോദിക്കുന്നത് മരിച്ച ആളെ കൊണ്ടുവരണോ, ബോഡി എവിടെ എത്തിക്കണോ, ഹയാത്താക്കാൻ കഴിയോ, ജീവിപ്പിക്കാൻ കഴിയോ എന്നാണ്. അപ്പോൾ ചോദിക്കുന്നവർ അതിനെ പഠിക്കാതെ ശരിയായ രീതിയിൽ കേൾക്കാതെ ചോദിക്കുന്നത് അത്ര നല്ലതല്ല. വെറുതെ വീഡിയോയിലിട്ട് ആളാകാൻ വേണ്ടി ചോദിച്ചാൽ പറ്റില്ല. ഇത് എല്ലാവരും കേൾക്കുന്നതും കാണുന്നതുമാണ്. അതുകൊണ്ട് ആ ചോദിക്കുന്ന ആളാണ് ഇവിടെ
അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയത്. അവിടെ ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി ഉസ്താദ് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ തന്നെ അതാണ്. ആരെയും വ്യക്തിപരമായി ദ്വേഷിക്കാനോ തള്ളി പറയാനോ തയ്യാറല്ല. ശരിയായ രീതിയിലുള്ള വിഷയമാണെങ്കിൽ ശരിയാണെന്ന് പറയും. അതേ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തെറ്റായ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കും എന്നാണ് നമ്മുടെ ചാനലിന്റെ നിലപാട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.